നിങ്ങൾ കാരണം ഒരാൾ വേദനിക്കാനിടയായാൽ നിങ്ങൾ അതോർത്ത് പിന്നീട് പശ്ചാത്തപിക്കാറുണ്ടോ? ഇവിടെ എറണാകുളം ചേന്നമംഗല്ലൂർ കൂട്ടക്കൊല ചെയ്ത ഋതുവിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അയാളിൽ ഒട്ടും തന്നെ കുറ്റബോധമില്ല. 3 അരം കൊലകൾ ചെയ്തിട്ടും ഇതുവരെ അയാളിൽ പശ്ചാത്താപബോധം ഉണർന്നില്ലത്രേ. മറിച്ച് ഇപ്പോഴും വെന്റിലേറ്റർ വിട്ടുമാറാത്ത ജിതിൻ മരണത്തിന് കീഴടങ്ങാത്തതിലുള്ള നിരാശയും അയാളെ ഇനിയും കൊല്ലാനുള്ള പകയും പ്രകടിപ്പിച്ചിരുന്നു അത്രേ. എന്താണ് ഇവനെയൊക്കെ ഇത്രയും വികൃതമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? ഈ ഒരു സംഭവം നടന്നതിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും പല വിഷ്വൽസുകളും ഞാൻ നിരന്തരം കണ്ടും കേട്ടും കൊണ്ടിരുന്നു. ആ ഒരു ചുറ്റുപാടിനെ ഇങ്ങനെ ഒരു കൂട്ടക്കൊലയിലേക്ക് എത്തിച്ചത് എന്താണെന്ന് എനിക്കെന്തോ അറിയണമായിരുന്നു. വെറുതെ ഒരു വളർത്തുനായ അയൽ വീട്ടിലേക്ക് കടന്നു കയറിയത് ഇതുപോലെ 3 അരുംകൊലകൾ ചെയ്യാനുള്ള കാരണമായി എനിക്ക് തോന്നുന്നില്ല. അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സംഘർഷത്തിൻ്റെ ചെറുചലനങ്ങൾ ആ ചുറ്റുപാടുകളിൽ അനക്കം തുടങ്ങിയിരിക്കണം. ഞാൻ മനസ്സിലാക്കിയതിൽ ജിതിൻ ശാരീരികപരമായി ഋതുവിനേക്കാളും ആരോഗ്യം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. ഋതുവാവട്ടെ ചുറ്റുപാടുകളിൽ ആളുകളെ പേടിപ്പിച്ചു നിർത്തുന്ന ഒരു സ്വഭാവ പ്രകൃതവുമാണ്. പക്ഷേ അയാളുടെ പേടിപ്പിക്കലിനെ ഒന്നും തന്നെ ജിതിൻ വകവെച്ചിട്ടുണ്ടാവില്ല. ഇത് ഋതുവിനെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെറിയ രീതിയിലുള്ള കടന്ന കൈകളിലേക്കും അയാൾ കടന്നിട്ടുണ്ടാകണം. ആത്മാഭിമാനിയായ ജിതിൻ ഇതിനെ നിയമപരമായി നേരിടാൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് നിയമപാലകർ ഋതുവിനെ വിളിപ്പിക്കുകയും കുറച്ച് ഉപദേശങ്ങളും കുറച്ച് പേടിപ്പിക്കലും കൊടുത്ത് വിട്ടയച്ചിരിക്കണം. പക്ഷേ നിയമപാലകരുടെ ഉപദേശങ്ങളൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു വകതിരിവ് ഋതു ജയൻ എന്ന ക്രിമിനലിൽ ഉണ്ടായിരിക്കില്ല. മറിച്ച് തന്നെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്താൻ നോക്കിയ ജിതിനെയും കുടുംബത്തെയും എങ്ങനെയും ഇല്ലാതാക്കണം എന്ന ഉറച്ച തീരുമാനവുമായി അയാൾ കാലൻ്റെ ആൾ രൂപത്തിലേക്ക് മാറിയതായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മാംസകഷ്ണങ്ങളുടെ ഭാരക്കൂടുതൽ മുതൽക്കൂട്ടാക്കി അയൽവാസികളോട് കുതിര കയറാൻ വരുന്ന വികൃത ജന്മങ്ങളെ ഒരു ആത്മാഭിമാനിയായ കുടുംബനാഥൻ പേടിക്കേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ഇതുപോലുള്ളവരിൽ നിന്ന് ചെറുത്തു നിൽക്കാൻ നിയമസഹായം ആവശ്യപ്പെടുമ്പോൾ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഫോർമാലിറ്റികൾ കൈവരിക്കേണ്ടതുണ്ടോ?